ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ളോഗ്. ആക്ച്വലി നമുക്ക് ഇന്ന് ഇവിടെ വോട്ടിംഗ് ഡേ ആണ് ലക്ഷദ്വീപിൽ. അപ്പോൾ വോട്ടിങ്ങിന് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ഇപ്പോൾ ഭയങ്കര നേരത്തെ ഏർലി മോർണിംഗ് തന്നെ പോകാമെന്ന് വെച്ചു, കാര്യം ലേറ്റ് ആക്കണ്ടല്ലോ അങ്ങനെ വിചാരിച്ചിട്ട്. അപ്പോൾ 6 മണി ആയിട്ടേ ഉള്ളൂ. വടത്ത് കൈ കൊണ്ട് വേണ്ടു ഇങ്ങതാ പരാത്തേ നടന്ന നിങ്ങളെ സ്ലിപ്പെല്ലാം എന്നാ ചെയ്യാനുള്ളേ മമ്മ ഒരു ഹായ് ചൊല്ലുക. ഹായ് എന്നൊക്കെ ജസ്റ്റ് വെളുത്ത് വരുന്നേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ബൂത്തിങ് സ്റ്റേഷൻ കിട്ടിയത് വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ITI. 6 മണിയായപ്പോൾ ഈ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഉമ്മ നമ്മൾ മാമൻ മറ്റേബി അപ്പോൾ ഇറങ്ങുവാണേ. യെസ്, അപ്പോൾ ഞങ്ങൾ നടക്കുവാണ്. വേഗം ബൈ. ഇങ്ങനെ പോവാൻ പറ്റില്ല. ഇത് ഷോർട്ട് കട്ട് മുമ്പിയാ. എന്നാ ഐഡി കാർഡ് എല്ലാം കൊണ്ടില്ലേ. A few moments later. ഹായ്, അവസാനം വോട്ടിട്ടിട്ട് തിരിച്ചു വന്നു. നമ്മുടെ ഇവിടെ നിന്ന് ഒരു 400 മീറ്ററാണ് നമ്മുടെ ബൂത്തിലേക്കുള്ളത്. അപ്പോൾ ഒരു 200 മീറ്റർ, അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തോണ്ടായിരുന്നല്ലോ പോയത്. പക്ഷേ ഒരു 200 മീറ്റർ ആയപ്പോൾ തന്നെ അവിടെ ചെക്കിങ്ങിൽ പറഞ്ഞു മറ്റേ സ്മാർട്ട് ഫോൺ സ്മാർട്ട് വാച്ച് ഒന്നും അലൗഡ് അല്ല. ഞാനപ്പോൾ വിചാരിച്ചായിരുന്നു വീഡിയോസൊക്കെ എടുക്കാമെന്ന്. അപ്പോൾ അലൗഡ് അല്ല. കഴിഞ്ഞ ഇലക്ഷന് അലൗഡൊക്കെ ആയിരുന്നു, ബൂത്തിലേക്ക് മാത്രം കയറ്റണ്ട. അപ്പോൾ പുറത്ത് ബാഗ് വെച്ചാൽ മതിയായിരുന്നു. പ്രാവശ്യം മൊത്തം മാറി. വോട്ടിട്ടു. ബായ കാട്ടാ. ഇനി കുറേ നാളത്തേക്ക് ഇത് പെട്ടെന്ന് പോവും, മുകളിലത്തെ ഇത് പെട്ടെന്ന് പോവും, പിന്നെ ഇവിടെ ഒരു ഡോട്ട് വരും, അത് പോവില്ല. അപ്പം അത്രയാണ്. നമ്മൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഉമ്മ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പോയത്. ഇതെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഏതിലും പോവാൻ തോന്നും. മേമയ്ക്കൊരു ടാറ്റ കാട്ട്, ടാറ്റ കാട്ട്, ബൈ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. നമ്മൾ എല്ലാവരും ഒന്നിച്ചിറങ്ങിയതായിരുന്നു ഇവിടെ നിന്ന്. എന്നിട്ട് ഉമ്മ കുറച്ച് ബാക്കിലായി. കാര്യം നമ്മുടെ തറവാട്ടിലത്തെ അവരുമായിട്ടാണ് ഉമ്മ വന്നത്. അല്ലെങ്കിൽ ഉമ്മ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വരുമായിരുന്നു. പക്ഷേ ആൾ കുറേ ലേറ്റ് ആയിട്ട് അവിടെ ഇരിപ്പുണ്ട്, ഭയങ്കര റിലാക്സ് ആയിട്ട്.
ചില്ല് ചെയ്യുന്നുണ്ട്. കുറേ കാലത്തിന് ശേഷം ഫ്രണ്ട്സിനൊക്കെ കണ്ടതല്ലേ, അപ്പോൾ സംസാരിച്ചിരിക്കുകയാണ്. ആൾക്ക് പെട്ടെന്നൊന്നും വന്നിട്ട് വലിയ ഒരു ഇതൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അത്രയാണ് നമ്മുടെ ഇന്നത്തെ വോട്ടിംഗ് വിശേഷം. പോയി ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാം. വാടാ, വോട്ട് കാണിക്ക്, പ്രൂഫ് കാണിക്ക്. രാവിലെ പോയിട്ട് ഞാൻ അവിടുന്ന് കൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മുമ്പിൽ എത്ര പേരുണ്ടെന്നുള്ളത്. അപ്പോഴത്തേക്ക് അറൗണ്ട് 17 ലേഡീസ് ഉണ്ട്. അപ്പം അത്രയും ഫ്രണ്ടിലായിരുന്നു നമ്മുടെ ക്യൂ. പക്ഷേ 9 മണിയാണ് നമ്മൾ വോട്ട് രേഖപ്പെടുത്തി വന്നപ്പോൾ. നല്ല ലാഗ് എന്ന് വെച്ചാൽ ഭയങ്കര സ്ലോ ആയിട്ടാണ് പോയത്. പിന്നെ എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ആ ഒരു ബീപ്പ് സൗണ്ട് വരുന്നത് പ്രസ് ചെയ്യുമ്പോഴാണ് വരുന്നത് എന്നുള്ള രീതിയിൽ കൺഫ്യൂഷൻ ആവുന്നുണ്ടെന്ന് തോന്നുന്നു. എന്താടാ പക്ഷേ റഷീഖിന് അപ്പം നമ്മൾ ഇവിടെ ഇറങ്ങിയപ്പോൾ മൊബൈൽ അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും തിരിച്ച് വെച്ചിട്ട് ഒക്കെ വീണ്ടും പോയപ്പോഴാണ് കുറച്ചും കൂടി ഡിലേ വന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഓക്കെ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന്. 5 മണിക്ക് എണീറ്റ് ഉണ്ടാക്കിയത് കൊണ്ട് ഇത് റൈസ് കേക്ക്, ഞങ്ങൾ ഇടിയടാന്ന് പറയും. ഇത് അരിയൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഞാനൊരു ദിവസം ഇതിൻ്റെ റെസിപ്പി പറയാം. പിന്നെ ഇതിൻ്റെ കൂടെയുള്ള കട്ട കോമ്പിനേഷൻ അത് സുറുക്കയിട്ട് വെച്ചിരിക്കുന്ന മീൻകറിയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. ഞാനെന്തായാലും കഴിക്കട്ടെ. ഓക്കെ, അപ്പോൾ അതെ കഴിക്കട്ടെ. ഇതൊരു പീസൊക്കെ മതി ബ്രേക്ക്ഫാസ്റ്റിന്. ഭയങ്കര സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. നമുക്ക് ഹറിബറി ആയിട്ടൊക്കെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇതൊക്കെ ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇതിൻ്റെ ഇഡ്ഡലിയും വെക്കാം. നമ്മുടെ ലക്ഷദ്വീപ് മീൻകറീൻ്റെ കൂടെ ഭയങ്കര അപ്പം കഴിച്ചിട്ട് കാണാമെന്നല്ല. അപ്പം എന്തായാലും വൈൻഡപ്പ് ചെയ്യട്ടെ. വേറെ കുറേ പരിപാടിയുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ഒരു മോർണിംഗ് വോട്ടിംഗ് ഡേ വ്ളോഗ്. അപ്പോൾ വേറൊന്നും കാണിക്കാനും പറ്റിയില്ല. എന്നെ പോകുന്നതും ഇറങ്ങിയതും മാത്രമേ കാണിക്കാൻ പറ്റിയുള്ളൂ. അപ്പോൾ ബൈ ആൻഡ് സോറി ഗൈസ്. വേറെ വീഡിയോ ആയിട്ട് കാണാം.